അള്ളാന്റെ റസൂലിന് അള്ളാഹ് തൗഫീഖ് ചെയ്തു. അതാരാ? റസൂല് മുഹമ്മദ് നബിയാണ്. ആ റസൂലിന്റെ റസൂല് ദൂതനാരാ? ഈ മുന്നിൽ നിൽക്കുന്ന മുആദ്. അദ്ദേഹമല്ലേ റസൂലിന്റെ ദൂതനായിട്ട് യമനിലേക്ക് പോകാൻ ഒരുങ്ങി കുപ്പായിട്ട് നിൽക്കുന്നത്. റസൂലിന് തൗഫീഖ് നൽകി. എന്തിന്? ലിമാ യർലാ ബിഹി റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലായ എന്നെ സന്തോഷിപ്പിക്കുന്ന, അള്ളാന്റെ റസൂലായ മുഹമ്മദായ എന്നെ സന്തോഷിപ്പിക്കാൻ ഈ ദൂതന് പറ്റിയല്ലോ. കാരണം കറക്റ്റാണ് ആ മറുപടി. അറിയാത്ത കണ്ടെത്താത്ത വിഷയത്തിൽ ഇജ്തിഹാദ് ചെയ്യുക, ഗവേഷണം ചെയ്യുക. അങ്ങനെ ഗവേഷണം ചെയ്യുമ്പോൾ ആ ഗവേഷണത്തിൽ ശരിയായാൽ ഒരു കൂലി, ശരിയായാൽ 2 കൂലി. ഖുർആനിലും ഹദീസിലും ഒരു മതനിയമം, ഒരു പ്രശ്നത്തിന്റെ പ്രതിവിധി പച്ചക്ക് കാണാതിരിക്കുമ്പോൾ ഗവേഷണം ചെയ്യുക. ഗവേഷണം ചെയ്യുമ്പോൾ ഗവേഷണത്തിൽ ശരിയായാൽ 2 കൂലി, തെറ്റിപ്പോയാലോ 1 കൂലി. ആ ഗവേഷണത്തിൽ തെറ്റിയാൽ തന്നെ 1 കൂലിയാ. ഡോക്ടർ ചികിത്സിക്കും രോഗിയെ. രോഗിയുടെ സുഖട് മാറിയാലും മാറിയില്ലെങ്കിലും ഡോക്ടർക്ക് ഫീസ് കിട്ടൂലേ? കിട്ടും, കൊടുക്കണത് അല്ലെ? ശരിയായാൽ 2 നേട്ടം. ഈ രോഗിയുടെ ഒരു സംതൃപ്തിയും ഡോക്ടർക്ക് കിട്ടും അല്ലെ? അത് വലിയൊരു കാര്യമാണല്ലോ. ഈ സംതൃപ്തി പണത്തേക്കാൾ വലുതാണ്. കൂലി ഏതായാലും കിട്ടും. ഇതുപോലെ ഇതാരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ കാണാം, ഇദാ ഹക്കമൽ ഹാകിമു ഫജ്തഹദ വഅസാബ. ഒരു ഗവേഷകൻ ഗവേഷണം ചെയ്തൊരു വിധി പുറപ്പെടുവിച്ചു. വഅസാബ, അതിൽ സത്യത്തോടുകൂടെ വിധി വന്നത്, യഥാർത്ഥത്തോട് യോജിക്കുന്ന വിധിയാണ് വന്നത്. ഫലഹു അജ്റാനി, അങ്ങനെ വിധി പുറപ്പെടുവിച്ച മുജ്തഹിദിന് 2 കൂലിയുണ്ട്. വഇദാ ഹകമ വജ്തഹദ വഅഖ്തഅ, ഒരു ഗവേഷകൻ ഗവേഷണത്തിന് ഖുർആനിലും ഹദീസിലും ഗവേഷണം ചെയ്യാൻ യോഗ്യതയുള്ള ഒരു ഇമാം ഗവേഷണം ചെയ്തു, വഅഖ്തഅ, തെറ്റിപ്പോയി, ഗവേഷണത്തിൽ തെറ്റിപ്പോയി, എന്നാൽ ഫലഹു അജ്റുൻ വാഹിദുൻ, തെറ്റിയാലും ആ മുജ്തഹിദിന് 1 കൂലിയുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി റവാഹുൽ ബുഖാരി വ മുസ്ലിം. അപ്പോൾ ഖുർആനും ഹദീസും വെച്ച് ഗവേഷണം ചെയ്യുക. ഗവേഷണം ചെയ്ത് ശരിയായാലും 2 കൂലി, തെറ്റിപ്പോയാലോ 1 കൂലി. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും തീരുമാനം എടുക്കണ്ട. ഇത് ലാഭ കച്ചവടമാണല്ലോ. തെറ്റിയാലും 1 കൂലില്ലേ, ശരിയായാലും ഇരട്ട കൂലിയാണ്. എന്നാൽ നമുക്കൊന്ന് നോക്കിക്കളയാം. മുസാഫ് എടുത്തിട്ട് മറിച്ചാൽ ഇപ്പൊ ഇത് തിരിയില്ലല്ലോ, ഇത് നമ്മളെ ഭാഷയല്ലല്ലോ. മലയാളത്തിൽ ഇമ്മിണി പരിഭാഷകൾ വന്നിട്ടുണ്ടല്ലോ, ഒത്തിരി പരിഭാഷകൾ വന്നിട്ടുണ്ടല്ലോ. അതിങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് ഗവേഷണം നടത്തുക. തെറ്റിയാൽ എന്താ 1 കൂലി ഉണ്ടെന്നല്ലേ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലുള്ളത്. നമുക്ക് നോക്കുക, എന്നാരും തീരുമാനിക്കണ്ട. കാരണം എന്താ? ഈ മുത്തഫഖുൻ അലൈഹിയായ ഹദീസിന്റെ ആശയം ഇമാം മുസ്ലിം റഹിമഹുല്ല ശറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്. ഇതിന്റെ അർത്ഥം നേർക്കുനേരെ ഹദീസിന് അർത്ഥം വെച്ച് പോകാൻ പറ്റൂല. അതാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത്. ഈ ഹദീസിന്റെ ആശയം ഇമാം നവവി റഹിമഹുല്ല ശറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്. ഖാലൽ ഉലമാഉ അജ്മഅൽ മുസ്ലിമൂന അലാ അന്ന ഹാദൽ ഹദീസ ഫീ ഹാകിമിൻ ആലിമിൻ. ഈ ഹദീസ് ആരെക്കുറിച്ചാ പറഞ്ഞത്? ഇജ്തിഹാദിന് യോഗ്യതയുള്ള, അതിനു വേണ്ട ക്വാളിഫിക്കേഷൻ എല്ലാം ഉള്ള ഇമാമുകളോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. അല്ലാതെ എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള പടുമനുഷ്യന്മാരോടല്ല. ആരാ അത് പറയുന്നത്? ഇമാം നവവി. ഈ ഹദീസിന്റെ ആശയം വിശദീകരിക്കുക. ഇജ്തിഹാദിൽ ശരിയായ 2 കൂലി, തെറ്റിയാൽ പിഴച്ചാൽ 1 കൂലി എന്ന് പറയുന്നത് ഫീ ഹാകിമിൻ ആലിമിൻ, അവഗാഹമുള്ള ജ്ഞാനമുള്ള വിധികർത്താവിന്റെ കാര്യത്തിലാണ്. ഫലഹു അജ്റാനി ഇൻ അസാബ ഫലഹു അജ്റാനി അജ്റും ബി ഇജ്തിഹാദിഹി വ അജ്റും ബി ഇസാബത്തിഹി. അങ്ങനെയുള്ള ഇമാം ഇജ്തിഹാദ് ചെയ്യുമ്പോൾ ഇജ്തിഹാദ് എന്ന അധ്വാനത്തിന് 1 കൂലി, ശരി കണ്ടെത്തിയതിന് 2ാമത്തെ കൂലി. വ ഇൻ അഖ്തഅ ഫലഹു അജ്റും ബി ഇജ്തിഹാദിഹി, പഴിച്ചു പോയാൽ തന്നെ ഖുർആനും ഹദീസും എടുത്തു വെച്ച് അധ്വാനിച്ചല്ലോ, ആ അധ്വാനത്തിനുള്ള കൂലി ഇമാമിന് കിട്ടും. എന്നാൽ വ അമ്മാമൻ ലൈസ ബി അഹ്ലിൽ ലിൽ ഹുക്മി, ഗവേഷണത്തിന് യോഗ്യതയില്ലാത്ത മനുഷ്യൻ, വിധി പറയാൻ അർഹതയില്ലാത്ത മനുഷ്യൻ, മതവിധികൾ പ്രഖ്യാപിക്കാൻ യോഗ്യതയില്ലാത്ത മനുഷ്യൻ, ഫലാ യഹില്ലു ലഹുൽ ഹുക്മു, അങ്ങനത്തെ ആളുകൾക്ക് ഖുർആൻ ഗവേഷണം ചെയ്യാൻ, ഹദീസ് ഗവേഷണം ചെയ്യാൻ പാടില്ല, തന്നെ അനുവദനീയമല്ല. ഫഇൻ ഹകമ, എന്നെപ്പോലെ നിങ്ങളെപ്പോലത്തെ സാധാരണക്കാർ
ഖുർആനും ഹദീസും വെച്ച് ഗവേഷണം ചെയ്താൽ ഫലാ അജ്റ ലഹു, കൂലി കിട്ടൂലാന്ന് മാത്രമല്ല, ബൽ ഹുവ ആസിമുൻ, അത് കുറ്റം കിട്ടുന്ന കാര്യമാണ്. സവാഉൻ വാഫഖൽ ഹഖ അം ലാ. ചിലപ്പോൾ ഞാനും നിങ്ങളും ഖുർആൻ എടുത്ത് വെച്ച് ഗവേഷണം നടത്തുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് ശരിയാവും. ചക്ക ഇട്ടപ്പോൾ മുയലിനെ കിട്ടി എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ ശരിയാവും. നമ്മൾ കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ചൊരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യം തലയിൽ കിടന്ന് കളിക്കുക. എന്നാ മൊയ്ലിയര് പറഞ്ഞു എല്ലാം ഖുർആനിലുണ്ട് എന്നാണല്ലോ, നമുക്ക് ഈ പരിഭാഷ എടുത്ത് വെച്ച് ഈ കമ്പ്യൂട്ടറിനെ കുറിച്ച് എന്താ ഇതിനൊരു ഉത്തരം പറയുന്നു നോക്കിയപ്പോൾ അങ്ങോട്ട് കണ്ടപ്പോൾ അത് ശരിയായിരുന്നു, എന്നാലും പിഴവാണ്. ഏതുപോലെ വ്യാജ ഡോക്ടർ പനിക്ക് മരുന്ന് കൊടുത്തപ്പോൾ ചിലപ്പോൾ സുഖമായിട്ടുണ്ടാവും, രോഗിക്ക് സുഖമായിട്ടുണ്ടാവും, എന്നാലും അത് തെറ്റല്ലേ? വ്യാജ ഡോക്ടർ ട്രീറ്റ് ചെയ്തപ്പോൾ രോഗിക്കാണ് സുഖമായി, ആ പണി ശരിയാണോ? ആരെങ്കിലും അംഗീകരിക്കോ? പോലീസ് പിടിച്ച് കൂട്ടിലിടുക അയാളെ. ഒരുപാട് രോഗികൾക്ക് സുഖം കിട്ടിയിട്ടുണ്ടല്ലോ, ശമനം കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ അല്ലേ, അതാ നോട്ടം. സവാഉൻ വാഫഖൽ ഹഖ അം ലാ. എന്നിട്ട് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് പറയാണ്, മോനെ നീ ഖുർആൻ എടുത്ത് ഗവേഷണം ചെയ്ത് ശരിയായാൽ തന്നെ നിനക്കതിന് യോഗ്യതയില്ലെങ്കിൽ നീ നരകത്തിലേക്കാ പോവാ. വഖദ് ജാഅ ഫിൽ ഹദീസി, ഹദീസിൽ വന്നിട്ടുണ്ട്, നമ്മുടെ നേതാവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, തോന്നും വിധത്തിലൊന്നും ഗവേഷണവും ഫത്വയും വിധിയും പുറപ്പെടുവിക്കാൻ പറ്റൂല. എന്താ നമ്മുടെ നേതാവ് പഠിപ്പിച്ച ഹദീസ്? അൽ ഖുലാത്തു സലാസത്തുൻ, ഖാലിയമാര് 3 ഐറ്റംസാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ, ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ അള്ളാന്റെ റസൂല് പറയുന്നു ഖാലിയമാര് 3 തരാണ്. ഇന്നിപ്പോ 3 തരമൊന്നും അല്ല കേട്ടോ. മഹല്ല് ഖാലി, പഞ്ചായത്ത് ഖാലി, ജില്ലാ ഖാലി, ആൾ ഇന്ത്യ ഖാലി, ഇന്റർനാഷണൽ ഖാലി. ഇതൊന്നും ഈ ഖാലി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടത്തിലെ ജഡ്ജിയാണ് ഖാലി. എന്നതില്ല. സൗദി അറേബ്യയിലൊക്കെ ഉണ്ടാവും ഖാലിമാര്, മുത്തവന്മാര്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനത്തെ ഖാലി ഇല്ല. പിന്നെ ഉള്ള ഖാലി ഏതാ? ലറൂറത്തിന്റെ ഖാലി എന്നാ. എന്താ? അത്യാവശ്യം വരുമ്പോൾ വലിയില്ലാത്തൊരു പെൺകുട്ടിനെ കൈ പിടിച്ച് കെട്ടിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അല്ലേ? അങ്ങനെയുള്ള മാസം ഉറപ്പിക്കുന്ന ഇതൊക്കെയാണ്. ഇങ്ങനെ ലറൂറത്തിന്റെ ഖാലി അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പ്രയോഗിക്കേണ്ട ഖാലിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളൂ. ഈ ഖാലിയെ തന്നെ നിയമിക്കുമ്പോൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിന് നിയമാവലി പറഞ്ഞിട്ടുണ്ട്. കുപ്പായിട്ടിട്ട് ഞാൻ അങ്ങോട്ട് വരും, എന്നിട്ട് പറയാം ഞാനാടോ എറണാകുളം ജില്ലാ ഖാലി. അത് ശരിയാവൂല. എത്ര ഖാലിമാര്? എക്ക് ഒരു ഖാലി, ബിക്ക് വേറെ ഖാലി, സിക്ക് വേറെ ഖാലി. എന്നിട്ട് എന്റെ ഖാലി മാസം കണ്ടവനെ പിടിച്ചുകൊണ്ടേയിട്ട് ആദ്യം കെട്ട് പുറപ്പെടുവിക്കുകയാണ്. ബീന്റെ ഖാലിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടൂല. അയാൾ പ്രഖ്യാപിക്കണ്ട, ഞാൻ പ്രഖ്യാപിച്ചാൽ മതി. ഇങ്ങനെ പലതരം ഖാലി ഇന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു 3 ഐറ്റംസാ ഖാലിയന്മാര്. അൽ ഖുലാത്തു സലാസത്തുൻ, മതവിധികൾ പറയുന്ന, സമൂഹത്തോട് ദീനിന്റെ വിഷയങ്ങൾ ഉദ്ധരിക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന ഖാലിമാർ 3 ഖാലിം ഫിൽ ജന്ന, ഒരു ഖാലിയര് സ്വർഗത്തില്, വഖാലിയാനി ഫിന്നാർ, 2 ഐറ്റംസ് ഖാലിയന്മാര് നരകത്തിലേക്കാണ്. ഖാല റസൂലുള്ളാഹി. ഒരു ഖാലി സ്വർഗത്തേക്ക്, 2 ഖാലിയന്മാര് നരകത്തിലേക്ക്. ഒരു ഖാലി സ്വർഗത്തിൽ. അതേതാ ഖാലി? റജുലുൻ അലിമൽ ഹഖ, സത്യമറിയും, ഖുർആൻ അറിയും, ഹദീസ് അറിയും, തഫ്സീറുകൾ അറിയും, ദീനിനെ കുറിച്ച് അവഗാഹമുണ്ട്. വഖലാ ബിഹി, ആ സത്യമനുസരിച്ച് വിധിക്കുകയും ചെയ്ത ഖാലിയാർ ഫഹുവ ഫിൽ ജന്ന, ഇങ്ങനത്തെ ഖാലിമാർ സ്വർഗത്തിലാണ്. പിന്നെ 2 ഖാലിമാർ നരകത്തിലുണ്ട്. അവരാരാ? വറജുലുൻ ഹകമ അലാ ജഹിലിൻ, വിവരക്കേട് വിധിക്കുന്ന ഖാലിമാർ, അജ്ഞത കൊണ്ട് വിധി പറയുന്ന ഖാലിമാർ, വിവരമില്ലാതെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മതവിധികൾ പറയുന്ന ഖാലിമാർ, ഫഹുവ ഫിന്നാർ, അത്തരം ഖാലിമാർ നരകത്തിലാണ്. വറജുലുൻ അലിമൽ ഹഖ, വേറെ ചില ഖാലിമാർക്ക് സത്യമറിയാ, വഖലാ ബിഖിലാഫിഹി, സത്യത്തിന്റെ ഓപ്പോസിറ്റ് ആണ് അവർ വിധിക്കുന്നത്. കാരണം എന്താ? കിട്ടിയിട്ടുണ്ട് 10,000ന്റെ കെട്ട്. ഇതിങ്ങട്ട് കയ്യിൽ വന്നപ്പോ വിധി അറിയാമെങ്കിലും അതൊരു തീലുണ്ടല്ല ഉള്ളിലൂടെ, കാലതാണെങ്കിലും ഇങ്ങനൊരു തീല. ഒരു ഇമാമ് ഓലക്കൊടി എന്ന കിതാബിൽ ഈർക്കിളി എന്ന ഹോജ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയലുണ്ട് മലപ്പുറം ജില്ലയിൽ. ഒരു തെളിവില്ലെങ്കിൽ ഒരു തീലുണ്ടല്ലോ, അതനുസരിച്ച് 10,000ന്റെ കെട്ടിട്ടിയപ്പോ അപ്പൊരു വിധി. ഫഹുവ ഫിന്നാർ, അവൻ നരകത്തിലെ ഖാലിയാണെന്ന് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് ആരും നരകത്തിലെ ഖാലിപ്പണി എടുക്കണ്ട, നമുക്ക് സ്വർഗത്തിന്റെ ഖാലിപ്പണി മതിയല്ലോ. അതുകൊണ്ട് ഖലാ അതൊരു വലിയ സംഭവമാണ്. മുജ്തഹിദിന് ഒരുപാട് യോഗ്യത ഉണ്ട്.
തോന്നുന്നവർക്കൊക്കെപ്പാടെ കൂടിയിട്ട് കാലിയാകാനോ വിധി പറയാനോ ഗവേഷണം നടത്താനോ ഉള്ള പെർമിഷൻ അള്ളാഹുവോ റസൂലോ ഇവിടെ കൊടുത്തിട്ടില്ല. അതിന് യോഗ്യത ഉണ്ട്. എന്താ യോഗ്യത? ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലെ പ്രധാനപ്പെട്ടതേതാ? ഖുർആനും സുന്നത്തും തന്നെ. ദീനിന്റെ പ്രമാണങ്ങളിൽ പ്രധാനമായതേതാ? ഏതാ? ഖുർആനും സുന്നത്തും തന്നെ ആണ്. ഇതാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങൾ, അല്ലേ? ഖുർആന്, സുന്നത്ത്. ഇത് രണ്ടും അറബി ഭാഷയിലാണ്. തർക്കമില്ലല്ലോ, രണ്ടും അറബി ഭാഷയിലാണ്. വെറും അറബി ഭാഷയിലല്ല, വെറും അറബിയല്ല. ഇപ്പൊ മലപ്പുറത്ത് വെച്ച് കഴിഞ്ഞ ആഴ്ച ഞാനൊരു അറബിനെ കണ്ടു. അപ്പൊ തലയിൽ തൊപ്പിയൊക്കെ കണ്ടപ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാൻ വഅലൈക്കും അസ്സലാം. ഐന വതനുക്? സഊദി. അന സഊദി. എന്നോട് പറഞ്ഞു ഞാൻ സൗദിയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ സംസാരിച്ച് നോക്കുമ്പോൾ ഈ ചങ്ങായിനോട് എനിക്ക് മിണ്ടാൻ പറ്റണില്ല, എനിക്ക് തിരിയുന്നില്ല. ഒരു ജാതി ചേമ്പത്ത് വായിലിട്ടതുപോലുള്ള അറബി. ഞാൻ പറഞ്ഞു അന അതകല്ലമു ബിൽ ലുഗത്തിൽ ഫസീഹ്. ഞാൻ ഖുർആന്റെ ഹദീസിന്റെ അറബി എനിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഇങ്ങനെ കണ്ണിലേക്ക് ചിരിക്കുക. ഇമ്മാതിരി അറബിയല്ല. അറബി തന്നെ പലതരണ്ട്. ഖുർആനും ഹദീസും അറബ് ഭാഷയിലാണ്, വെറും അറബിയല്ല. അത് കൊളോക്കിയൽ ലാംഗ്വേജ്, അവരൊക്കെ സംസാര ഭാഷ. എന്നാൽ ഞാൻ പറയുന്നത് അയാൾക്ക് തിരിയുന്നുണ്ട്, അയാൾ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം. വെറും ഖുർആനും ഹദീസും നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങൾ അറബാണ്, വെറും അറബല്ല. ഖുർആന്റെ ഭാഷ എന്താണ്? സാഹിത്യത്തിലും അലങ്കാര ശാസ്ത്രത്തിലും മനുഷ്യ കഴിവിന് അതീതമായ ഭാഷയാണ് അള്ളാഹു ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്, അല്ലേ? അല്ലേ? ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. ഖുർആനും ഹദീസും എവിടുന്നാ വന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവിൽ നിന്ന്, അല്ലേ? എങ്ങനെ ചിലത് ഖുർആനും ചിലത് ഹദീസും ആയത്? എങ്ങനെയത്? വഹയിലൂടെ കിട്ടിയത് ഖുർആന്, അല്ലാതെ നബി അങ്ങനെ പറഞ്ഞത് ഹദീസ്. അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ എന്ന് നജ്മ് സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു പറഞ്ഞില്ലേ? എന്റെ റസൂൽ ഉണ്ടല്ലോ, എന്റെ ഹബീബായ മുഹമ്മദ് ഉണ്ടല്ലോ, തന്നിഷ്ടപ്രകാരം ഒന്നും മിണ്ടൂല എന്നാ പറഞ്ഞത് ഖുർആൻ. വമാ യന്തിഖു അനിൽ ഹവാ, തന്നിച്ഛപ്രകാരം തന്നിഷ്ടപ്രകാരം ഒരു വാക്കും മൊഴിയൂല എന്റെ റസൂല്. ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ, വഹയിന്റെ പിൻബലമില്ലാതെ എന്റെ റസൂല് സംസാരിക്കൂല, ദീനീ കാര്യം പറയൂല എന്ന് ഖുർആൻ അള്ളാഹു പറയുന്നു. അപ്പൊ എന്താ ഈ ഖുർആനും ഹദീസും തമ്മിലുള്ള മാറ്റം? എന്താ മാറ്റം? ഒക്കെ റസൂലുള്ളാന്റെ തിരുനാവിൽ നിന്ന് വന്നതാണ്. ചിലത് ഖുർആനായി, ചിലത് ഹദീസായി. ഇതെങ്ങനെ മാറ്റം? അള്ളാഹ് പറയുന്നു എന്ന് പറയുന്നത് ഖുർആന്, അല്ലാതെ പറയുന്ന ഹദീസ് എന്ന് പറഞ്ഞാൽ ഖുദുസിയായ ഹദീസ് ഉണ്ട്. ഖാലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ ചില വാക്യങ്ങൾ അത് ഖുദുസി ഹദീസ് എന്നാ. അപ്പൊ അതും പറ്റൂല. എങ്ങനെ തീരുമാനിക്കുക? ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇഅ്ജാസ് ഉണ്ട്. ഖുർആനിന്റെ ഭാഷക്കും ആശയങ്ങൾക്കും അമാനുഷികതയുണ്ട്. ഖുർആന്റെ ഭാഷക്കും പ്രയോഗങ്ങളിലും അമാനുഷികതയുണ്ട്, മുഅ്ജിസത്തുണ്ട്. ഹദീസിന് അതില്ല. അത് ഇൻസാനിയായ ഹാലിൽ സൂഫികൾ പറയുന്നത് ജലാലിയത്തിന്റെ ഹാലിൽ റസൂലുള്ളാഹി പറയുന്നത് ഖുർആനും, ജമാലിയത്തിന്റെ ഹാലിൽ പറയുന്നത് ഹദീസും. അന്ന് വിശദീകരിക്കാൻ ഞാൻ യോഗ്യനല്ല. നമുക്ക് തിരിയുന്നതാ ഇഅ്ജാസ് ഉണ്ട്, അമാനുഷികതയുള്ള വചനങ്ങൾ ഖുർആനാണ്. മനുഷ്യന് കഴിയൂല, മനുഷ്യന് കഴിയാത്ത ഭാഷയാണ് ഖുർആനിൽ അല്ലാഹു പ്രയോഗിച്ചത്. ഹദീസോ നിരക്ഷരരായ അക്ഷരാഭ്യാസമില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു അറേബ്യയിലെ ഏറ്റവും വലിയ സാഹിത്യകാരനാക്കി. അവിടുത്തെ വാക്കുകളാണല്ലോ ഹദീസ്, അല്ലേ? അപ്പൊ ഖുർആനും ഹദീസും എന്ന് പറഞ്ഞ സാഹിത്യത്തിന്റെ അത്യുന്നതങ്ങളാണ്. ഈ ഖുർആനിലും ഹദീസിലും ഗവേഷണം ചെയ്യുന്ന ഗവേഷകനായ മനുഷ്യന് ഭാഷയുടെ എല്ലാ തലങ്ങളിലും അവഗാഹം വേണ്ടേ? ഭാഷയുടെ, അറബ് ഭാഷയുടെ സാഹിത്യ ഭാഗങ്ങളുടെ എല്ലാ മേഖലയിലും തികഞ്ഞ ജ്ഞാനം വേണം. നഹ്വ് അറിയണം, സർഫ് അറിയണം, ഇൽമുൽ മആനി, ഇൽമുൽ ബയാൻ, ഇൽമുൽ ബദീഅ്, ഇതൊക്കെ ഭാഷയെ കുറിച്ച് പറയുന്ന ഇൽമുകളാണ്. അതിപ്പോ എന്താന്ന് ഇപ്പൊ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ പള്ളി ദർസിലോ കോളേജിലോ ശരീഅത്ത് കോളേജിലൊക്കെ പോയി പഠിക്കണം. ഭാഷ പഠിക്കുന്ന വിജ്ഞാന ശാഖകളാണ് ഇതൊക്കെ. ഇതറിഞ്ഞാലാണ് ഖുർആന്റെ ആശയം തിരിയുള്ളൂ. അറബ് ഭാഷയിൽ ഫാഇലിന്റെ ഇറാബ് റഫ്ആണെന്ന് പോലും പഠിക്കാത്ത സാധു യുവാവാണ് ഇന്ന് ഖുർആൻ ഗവേഷണത്തിന് ഇറങ്ങിയത്. വല്ലാത്ത വിരോധാഭാസം. ഇതിപ്പോ എനിക്കും നിങ്ങൾക്കും തിരിയില്ലേ? ഖുർആൻ റിസർച്ച് ചെയ്യാൻ അറബ് ഭാഷയിൽ അവഗാഹം വേണമെന്നുള്ള മിനിമം അറിവ് നിങ്ങൾക്കിത് പറയുമ്പോൾ തിരിയുന്നില്ലേ? ഭാഷ ഖുർആന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആനിൽ മതവിധികൾ പറയുന്ന ആയത്തുകൾ 500 ചില പണ്ഡിതന്മാർ.
ഹദീസുകൾ മൊത്തം പരിശോധിക്കുമ്പോൾ മതവിധികൾ പറയുന്ന ഹദീസുകൾ 3500 ചില പണ്ഡിതന്മാർ. 6000 ചില്ലറ ആയത്തില്ലേ ഖുർആനിൽ. ഇതിൽ മതവിധി പറയുന്ന ആയത്തുകൾ 500. ഹദീസ് മൊത്തം 10,000 ഹദീസ്. അപ്പൊ ഇന്ന് കിട്ടുക 1,00,000 തികയൂല. ഇന്ന് കിട്ടുന്ന ഹദീസൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മതവിധികൾ പറയുന്ന ഹദീസുകൾ 3500 ഉള്ളൂ. ഇത് ചില പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ല തുഹ്ഫയിൽ പറയുന്നു, അങ്ങനെ 500-ലും 3500-ലും പരിമിതപ്പെടുത്താൻ ഒതുക്കാൻ പറ്റൂല. കാരണം ചില ആയത്തുകൾ കഥ പറയുന്ന ആയത്തായിരിക്കും, മുൻകാല ജനതയുടെ ചരിത്രം വിവരിക്കുന്ന ആയത്തായിരിക്കും, ചിലപ്പോൾ ഉപമകൾ പറയുന്ന ആയത്തായിരിക്കും. ഭാഷയിൽ അവഗാഹമുള്ള സാഹിത്യത്തിന്റെ നിറകുടങ്ങളായ മുജ്തഹിദുകൾക്ക് ഈ കഥകളിൽ നിന്നും ഉപമകളിൽ നിന്നും മതവിധികൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് ഇബ്നു ഹജർ റഹിമഹുല്ല തുഹ്ഫയിൽ പറയുന്നുണ്ട്. അപ്പൊ മുജ്തഹിദാകണമെങ്കിൽ മിനിമം യോഗ്യത അറബ് ഭാഷയിൽ അവഗാഹം, പരന്ന അറിവ് വേണം. ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത്ത ഫഅൽന പണ്ട് 7ാം ക്ലാസ്സിൽ നിന്ന് ഞാനും പഠിച്ചിട്ടുണ്ട്, എനിക്കും അറിയും അറബി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ തികഞ്ഞ അവഗാഹം വേണം. പോരാ, ആയത്തുകളുടെയും ഹദീസുകളുടെയും അവതരണ പശ്ചാത്തലം അറിയണം, അല്ലെങ്കിൽ അബദ്ധത്തിന്റെ പടുകുഴിയിൽ ചെന്ന് വീഴും. ഈ ഒരായത്ത് ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഇത് എപ്പോൾ ഇറങ്ങി, ഏത് സാഹചര്യത്തിൽ അവതരിച്ചു എന്നറിയണം. ഇല്ലെങ്കിൽ അബദ്ധത്തിൽ വീഴും. ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. സൂറത്ത് മാഇദയുടെ 93-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ലൈസ അലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ജുനാഹുൻ ഫീമാ തുഇമൂ ഇദാ മത്തഖൗ വആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. എന്താ അല്ലാഹു പറഞ്ഞത്? മാഇദയുടെ 93-ൽ എന്താ പറഞ്ഞത്? ഈമാനും സൽക്കർമ്മവുമുള്ള ആളുകൾ ഭക്ഷിച്ചതിന്റെ കഴിച്ചതിന്റെ പേരിൽ അവർക്ക് കുറ്റല്ല. ഈമാനും സ്വാലിഹായ അമലുമുള്ള ആളുകൾ എന്തൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് കുറ്റമില്ല. മനസ്സിലായില്ലേ? നേരെ ആയത്തിന്റെ അർത്ഥം ലൈസ അലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി, ഈമാനും സൽക്കർമ്മങ്ങളും ഉള്ളവർക്ക് ഇല്ല, ജുനാഹുൻ കുറ്റമില്ല, കുറ്റം ഇല്ല. എന്തില്? ഫീമാ തുഇമു, അവർ കഴിച്ചതിൽ കുറ്റമില്ല. ഇദാ മത്തഖൗ വആമനു വഅമിലുസ് സ്വാലിഹാത്ത്, തഖ്വയും ഈമാനും അമലുസ് സ്വാലിഹാത്തും അവർക്കുണ്ടെങ്കിൽ അവർ കഴിച്ചതിലൊന്നും ഭക്ഷിച്ചതിലൊന്നിലും കുറ്റല്ല. അപ്പോൾ കള്ള് കുടിച്ചാൽ കുറ്റല്ല, പന്നി ഇറച്ചി തിന്നാ കുറ്റല്ല. ഈ ആയത്തിന്റെ ബാഹ്യാർത്ഥം അങ്ങനെയാണേ. എന്താ അല്ലാഹു പറഞ്ഞത്? ഈമാനും അമലുസ് സ്വാലിഹാത്തും ഉള്ളവർക്ക് കുറ്റമില്ല, അവർ കഴിച്ചതിൽ കുറ്റല്ല എന്നാ അല്ലാഹു പറഞ്ഞത്. ഈ ആയത്ത് മാത്രം ഓതി ഇതിന് വിശദീകരണമായിട്ടൊരു ഹദീസ് ഓതി. ഏതാ ഹദീസ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന വ ഇൻ സനാ വ ഇൻ സറഖ. സ്വഹീഹായ ഹദീസാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ സ്വർഗത്തിലാണ്, അവൻ വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും ശരി. സ്വഹീഹായ ഹദീസാണ്. ഈ ആയത്തിന് വിശദീകരണം കണ്ടോ എന്നും പറഞ്ഞിട്ട് എനിക്ക് ഈമാനും ഉണ്ട്, ഞാൻ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, ഹജ്ജിന് പോയിട്ടുണ്ട്, ഉംറക്കും പോയിട്ടുണ്ട്, കുഴപ്പമില്ല, അടിക്ക, ആയത്ത് തെളിവുണ്ട്. ബാഹ്യാർത്ഥം അങ്ങനെ തന്നെയാണ് ബാഹ്യാർത്ഥം. എന്നാൽ എന്താ ഇതിന്റെ അവതരണ പശ്ചാത്തലം അറിയുമ്പോഴേ തിരിയുള്ളൂ ഇതിന്റെ ആശയം. എന്താ അവതരണ പശ്ചാത്തലം? കള്ളുടിച്ചിൽ കുഴപ്പമില്ല എന്ന് തന്നെയാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത്. എന്താ പറയുന്നത്? കള്ളു, ഈമാനും തഖ്വയുള്ള ആളുകൾ കള്ളു കുടിച്ചതിൽ കുഴപ്പമില്ല, അതെന്നെ. എങ്ങനെ? വിശുദ്ധ ഇസ്ലാമിന്റെ പ്രഖ്യാപനം വന്നു, കള്ളുകുടി പൂർണ്ണമായി വിലക്കിക്കൊണ്ടുള്ള വചനം ഇറങ്ങി. മാത്രമല്ല, റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, ഇത് പിശാചിന്റെ മൂത്രമാണ് ഈ മദ്യമെന്ന് പറഞ്ഞാൽ, അവന്റെ കുതന്ത്രങ്ങളുടെ മാലിന്യമാണ് മദ്യമെന്ന് പറഞ്ഞാൽ, ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, വിജയം വേണോ എല്ലാവരും കള്ളുകുടി നിർത്തിക്കോളൂ. ഈ പ്രഖ്യാപനം വന്നപ്പോ, ഖണ്ഡിതമായി മദ്യം നിരോധിക്കപ്പെട്ടപ്പോ സഹാബത്ത് പേടിച്ചു. എന്താ സഹാബത്തിന്റെ പേടി? പടച്ചോനെ, ഞങ്ങളൊക്കെ ഈ സാധനം ടാങ്കിനകത്ത് ഫുള്ളാക്കിയവരാ. അവരെ സാഹചര്യം അതായിരുന്നു. മദീനയിൽ വന്നിട്ട് ബദർ യുദ്ധം കഴിഞ്ഞിട്ട് പോലും മുത്ത് റസൂലിന്റെ കൊച്ചാപ്പ ഹംസ റളിയല്ലാഹു അൻഹു മദ്യപിച്ചത് ഹദീസിൽ കാണാം. ഹിജറ കഴിഞ്ഞിട്ട്, ബദർ യുദ്ധം കഴിഞ്ഞിട്ട്, ഉഹുദിന്റെ മുമ്പ് ഉഹുദിൽ പോയല്ലോ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, ഷഹീദായല്ലോ. അപ്പൊ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് പോലും കള്ളുടിച്ചിട്ടുണ്ടെന്നാ.
മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ സ്വഹാബത്തിന് ഇത് പിശാചിന്റെ മൂത്രാന്നുള്ള ഖുർആന്റെ ആയത്താണ് വന്നപ്പോ ബേജാറ് കുടുങ്ങി. എന്താ ബേജാറ്? നമ്മളൊക്കെ സാമാന്യത അടിച്ച് കയറ്റിയിട്ടുണ്ട്. കുറെ നമ്മുടെ സഹോദരന്മാർ മുസ്ലിമീങ്ങൾ ഇത് അടിച്ച് ടാങ്ക് ഫുള്ളാക്കിയ അവസ്ഥയിൽ മരിച്ചു പോയിട്ടുണ്ട്. ഇത് പിശാചിന്റെ മൂത്രാണ്, വിജയിക്കണമെങ്കിൽ ഇത് നിർത്തണം എന്നല്ല പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ബേജാറായി. അല്ല പറഞ്ഞു, ലൈസ അലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ജുനാഹുൻ ഫീമാ തഇമു. നേരത്തെ ഡ്രിങ്ക് അടിച്ചു പോയ ആളുകൾ ഈമാനും സൽക്കർമ്മങ്ങളും ഉള്ളവരാണെങ്കിൽ ഇദാ മത്തഖൗ വഅമനു വഅമിലുസ്സാലിഹാത്ത്, തുടർന്നുള്ള ജീവിതത്തിൽ തഖ്വയും സൂക്ഷ്മതയും ഈമാനും സൽക്കർമ്മങ്ങളും ഉണ്ടെങ്കിൽ അടിച്ചുപോയ മദ്യത്തിന്റെ കാര്യത്തിൽ, ഇത് വിലക്കപ്പെടുന്നതിന്റെ മുമ്പ് കുടിച്ചുപോയതിന്റെ കാര്യത്തിൽ കുറ്റമില്ല. അങ്ങനെ മരിച്ചുപോയ സ്വഹാബത്തിന് കുറ്റമില്ല. ഇത് എവിടുന്നാ തിരിഞ്ഞത്? ഇങ്ങനൊരു അർത്ഥമൊക്കെ ഇതിനുണ്ട് എന്ന് എവിടുന്നാ തിരിഞ്ഞത്? തഫ്സീറിന്ന് തിരിഞ്ഞു. ഏതാ തഫ്സീർ? നാലിലൊരു മദ്ഹബിന്റെ ഇമാമുകളെ തഖ്ലീദ് ചെയ്ത പിന്തുടർന്ന മുഫസ്സിറുകളുടെ കിതാബിൽ നിന്നാ നമുക്കിത് കിട്ടിയത്. അപ്പൊ മദ്ഹബില്ലാതെ ഖുർആന്റെ അർത്ഥം പോലും തിരിയൂല എന്നപ്പി പറഞ്ഞു വന്നതിന്റെ ആകത്തുക. എത്ര ഉദാഹരണം ഉണ്ട്! ഇത് ഒന്ന് മാത്രല്ലേ? അല്ലേ, സൂറത്ത് അൻആമിന്റെ 145 കാണാൻ വേറൊരായത്ത്, ഇഷ്ടം പോലെ ആയത്തുണ്ട്. നേർക്ക് നേരെ ആയത്തിന് അർത്ഥം വെച്ചു പോയാൽ പഴക്കും, ഒരു തർക്കുമില്ല. ഖുൽ ലാ അജിദു ഫീമാ ഊഹിയ ഇലയ്യ മുഹറമാ. നബിയെ അങ്ങ് പ്രഖ്യാപിക്കണം, ലാ അജിദു ഫീമാ ഊഹിയ ഇലയ്യ മുഹറമാ, എനിക്ക് വഹി തന്നതിൽ, വഹി ലഭിച്ചതിൽ ഹറാമായത് 4 വസ്തുക്കൾ മാത്രമാണ്. ഇല്ലാ അൻ യകൂന മൈതതൻ ഔ ദമൻ മസ്ഫൂഹൻ ഔ ലഹ്മ ഖിൻസീർ. നബിയെ അങ്ങ് സമൂഹത്തോട് ഉറക്കെ പറയാ. എന്താ പറയേണ്ടത്? ഭക്ഷ്യവസ്തുക്കളിൽ, ശാപ്പാട് ഐറ്റംസിൽ ഹറാമായത് 4 മാത്രാണ്. ഏതാ 4? മൈതതൻ ശവം, ഔ ദമൻ മസ്ഫൂഹ ഒഴുക്കപ്പെട്ട രക്തം, ഔ ലഹ്മ ഖിൻസീർ പന്നി ഇറച്ചി, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ശബ്ദമുയർത്തി അറുക്കപ്പെട്ട, വിഗ്രഹങ്ങൾക്ക് വേണ്ടി ബലി കഴിച്ച മൃഗങ്ങൾ. ഇത് മാത്രാണ് നിഷിദ്ധമായ ഫുഡ് എന്ന് ഉറക്കെ പറയൂ. ഖുർആന്റെ നേരർത്ഥം അതാണ്. ഏതൊക്കെ നിഷിദ്ധമായ ഹറാമായ ഫുഡ്? ഏതൊക്കെ? ശവം, പിന്നെ രക്തം, പിന്നെ പന്നിയിറച്ചി, അല്ലാഹ് അല്ലാത്തവരുടെ പേരിൽ ശബ്ദമുയർത്തി അറുക്കപ്പെട്ട, വിഗ്രഹങ്ങളുടെ പേരിൽ നേർച്ചയാക്കി അറുക്കപ്പെട്ട 4 കാലികൾ മൃഗങ്ങൾ. ഇതല്ലാത്ത ഒന്നും ഹറാമില്ല എന്നാ പറയുന്നത്. ഖുൽ പറയുക, ലാ അജിദു ഫീമാ ഊഹിയ ഇലയ്യ, എനിക്ക് വഹി കിട്ടിയതിൽ ഞാൻ കണ്ടിട്ടില്ല, മുഹറമൻ ഹറാമായിട്ട് കണ്ടിട്ടില്ല, ഈ 4 ഒഴിച്ച് വേറൊന്നുമില്ല. അപ്പൊ മനുഷ്യനെ തിന്നാം, നായയെ തിന്നാം, പാമ്പിനെ തിന്നാം, എലിയെ തിന്നാം, കഴുതയെ തിന്നാം എന്ന് വന്നു. ഖുർആന്റെ നേരർത്ഥം നോക്കിയാൽ വന്നു. കാരണം ഇത് 4 തിന്നരുത് എന്ന് പറഞ്ഞ് അള്ളാഹു നിർത്തിയിട്ടില്ല. ഇത് 4 തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ് നിർത്തിയാൽ വേറെ ചിലതുണ്ടെന്ന് മനസ്സിലാക്കാം. അള്ളാഹ് പറഞ്ഞത് ഹറാമായ ഫുഡ് ഈ 4 മാത്രമാണെന്നാ പറഞ്ഞത്. അങ്ങനെയാണ് ആയത്തുള്ളത്, അങ്ങനെ തന്നെ ആയത്തുള്ളത്. അപ്പൊ മനുഷ്യനെ തിന്നാ, പാമ്പിനെ തിന്നാന്ന് വന്നില്ലേ? എന്നാ അങ്ങനെ ആരെങ്കിലും ഇന്നോളം പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? ഇമാമുന ഷാഫി റഹിമഹുല്ല, നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫി ഇതിന്റെ അർത്ഥം പറയുന്നുണ്ട് റഹിമഹുല്ല. എങ്ങനെ അർത്ഥം? ഖുർആനിന്റെ സംബോധിതരായ മുശ്രിക്കുകൾ മർക്കട മുഷ്ടിക്കാരാ. അള്ളാഹു ഹലാലാക്കിയ ഹലാലുകളെ അവർ ഹറാമാക്കി, അള്ളാഹ് ഹറാമാക്കിയതിനെ അവർ ഹലാലാക്കി. അങ്ങനെ ഫുഡ് ഐറ്റംസിൽ അള്ളാഹ് ഹറാമാക്കിയ ഈ 4 സാധനങ്ങൾ മൂക്കറ്റം അടിച്ചു കയറ്റിയിട്ട് അവർ പറഞ്ഞു, ഇത് മാത്രാണ് ഹലാല്, ഇത് മാത്രാണ് ഹലാല്. ഖുർആനിന്റെ ഓഡിയൻസായ മുശ്രിക്കുകൾ ഈ 4 നിഷിദ്ധമായ അള്ളാഹു ഹറാമാക്കിയ 4 വസ്തുക്കൾ മൂക്കറ്റം ഭക്ഷിച്ചിട്ട് പറഞ്ഞു, ഇത് മാത്രാണ് തിന്നാൻ പറ്റുന്നത്. അള്ളാഹു അവരുടെ ഭാഷയിൽ തന്നെ അവർക്ക് അടി കൊടുക്കണം. അവരുടെ ഭാഷയിൽ തന്നെ, എനിക്ക് വഹി കിട്ടിയതിൽ നിങ്ങൾ ഈ മൂക്കറ്റം തിന്ന് ഹലാലാക്കിയ 4 സാധനം ഉണ്ടല്ലോ, അത് മാത്രം ഹറാമുള്ളത്. അവർക്ക് മറുപടി കൊടുക്കുന്ന രംഗാണ്. എന്നല്ലാതെ മൗകൂലാത്തിന്റെ, ഫുഡിന്റെ ബാബു പറയല്ല ഖുർആന്. ഫുഡിന്റെ ബാബു പറയല്ല. ആ മുശ്രിക്കുകളോട് തർക്കിക്കാൻ വന്ന മർക്കട മുഷ്ടിക്കാരോട് അവരെ അടച്ച് മറുപടി കൊടുക്കാൻ അവരെ ഭാഷയിൽ തന്നെ. അവരെന്താ പറഞ്ഞത്? തിന്നാൻ പറ്റുന്നത് ഈ 4 അള്ളാന്റെ റസൂൽ, തിന്നാൻ പറ്റാത്തത് എനിക്ക് വഹി കിട്ടിയതിൽ ആകുള്ളത് ഈ 4.
വേറെ ചില സാധനം തിന്നാൻ പറ്റൂല എന്ന് ഹദീസിൽ നിന്നും ഇജ്തിഹാദിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇതെവിടുന്നാ കിട്ടിയത്? തഫ്സീറിന് കിട്ടി. ഏതാ ഈ തഫ്സീർ? 4-ൽ 1 മദ്ഹബ് സ്വീകരിച്ച മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ തഫ്സീറിൽ നിന്ന്. അപ്പൊ പ്രിയമുള്ളവരെ, മിനിമം ടോട്ടൽ മനസ്സിലാക്കാനുള്ളത് എന്താ? ഇന്ന് വർത്തമാനകാലത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും ഖുർആന്റെ ആശയം ശരിയായ വിധത്തിൽ മനസ്സിലാക്കണമെങ്കിൽ മദ്ഹബിന്റെ ഇമാമുകളെ പിന്തുടരുകയല്ലാതെ, അവരെ അംഗീകരിക്കുകയല്ലാതെ നമുക്ക് മുന്നിൽ മാർഗമില്ല എന്ന നഗ്ന യാഥാർത്ഥ്യം ഓരോ വിശ്വാസിയും മനസ്സിലാക്കുകയും അത് മനസ്സിൽ ഉറപ്പിക്കുകയും വേണം. അതിനുള്ള ഉദാഹരണമാണ് ഇനി ഹദീസുണ്ട്, വേറെ ആയത്തുണ്ട്. നേർക്ക് നേരെ ഇപ്പൊ മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന അത് മാത്രം ഓതി ജീവിച്ച എന്താകും നമ്മുടെ നാട്ടിലെ അവസ്ഥ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരൊക്കെ സ്വർഗത്തിലാ, കള്ളുടിച്ചാലും വ്യഭിചരിച്ചാലും ഒക്കെ സ്വർഗത്തിലാണ്. എന്തതിൻ്റെ ആശയം? ആ ആശയം മുജ്തഹിദുകളായ ഇമാമുകൾ, ആരിഫുകൾ നമുക്ക് പറഞ്ഞു തരണം. അതനുസരിച്ചല്ലാതെ ബാഹ്യാർത്ഥ പ്രകാരം പരിഭാഷ വായിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വക്താവായി ജീവിക്കാൻ ശ്രമിച്ചാൽ, മുസ്ലിമായി ജീവിക്കാൻ ശ്രമിച്ചാൽ വഴി നരകത്തിലേക്കാകും. പരിഭാഷ നോക്കി വിധിച്ചാൽ നരകത്തിലെ ഖാലിയായി മാറും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചുരുക്കം ചില സംഭവങ്ങൾ കൂടി മദ്ഹബുമായി ബന്ധപ്പെട്ട് പറയാണ്ട്, പിന്നെ സുന്നത്തും ബിദ്അത്തിലെ വേറെ ചില സംഗതികൾ കൂടെ നമുക്ക് പറയാണ്ട്. ഹൗദുൽ കൗസറിൽ നിന്നാണല്ലോ നമ്മൾ പോകുന്നത്. ഹൗദുൽ കൗസർ മുബ്തദിഈങ്ങൾക്ക് കിട്ടൂല, സുന്നികൾക്ക് സുന്നത്ത്, അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയവർക്ക് ഹൗദുൽ കൗസർ ഉള്ളൂ. അവിടുന്നാണല്ലോ വന്നത്. അപ്പൊ സുന്നത്തും ബിദ്അത്തും കുറച്ചുകൂടെ നമുക്ക് പറയാണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ സരണിയിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.